ആസ്പയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഠന വൈകല്യമുള്ള കുട്ടികളുടെ പാരൻസ് എന്നോട് ചോദിക്കാറുണ്ട്, മിസ്സേ, സ്കൂളിൽ നിന്ന് ഭയങ്കര അധികം പ്രശ്നങ്ങൾ കേൾക്കുന്നു, നമുക്ക് അതിന് സ്കൂൾ മാറ്റണോ, സ്പെഷ്യൽ സ്കൂളിലേക്ക് എങ്ങാനും നമുക്ക് മാറ്റേണ്ടി വരുമോ എന്ന് പല പാരൻസും എന്നോട് വളരെയധികം വിഷമത്തോടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അത് ബുദ്ധിക്കുറവ് കൊണ്ട് വരുന്നതുമല്ല. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് പഠിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നോർമൽ, അതായത് സാധാരണ പെട്ടെന്ന് പഠിച്ചാൽ കിട്ടുന്ന കുട്ടികളെ പോലെ ആയിരിക്കില്ല ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. പ്രത്യേകിച്ചും ഡിസ്ലെക്സിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വായിച്ച് അർത്ഥം മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് എഴുത്തിലും ഒക്കെ പ്രോബ്ലം വരും. അതുപോലെ തന്നെ മാത്സിലും വരും പ്രശ്നങ്ങൾ. അപ്പോൾ അവരെ സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റുക എന്നുള്ളത് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അടുത്തുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞിൻ്റെ ഒരു അസസ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഏരിയയിലാണ് കുഞ്ഞിന് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു റെമഡിയൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞും പഠനത്തിൽ ഏറ്റവും നല്ല രീതിയിലായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞുങ്ങളും എവിടെയും തോറ്റുപോകില്ല. കാരണം റെമഡിയൽ ട്രെയിനിങ് വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും നിങ്ങൾ അതുപോലെ തന്നെ കരുതലോടെ കുഞ്ഞുങ്ങളെ പഠിക്കാനായിട്ട് സഹായിക്കുകയും വായിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും നാളെ നല്ല മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.